നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ 5 വ്യാപാരികളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം സ്നേഹസ്പർശം പദ്ധതിയിലൂടെ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തൂപ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. കുളത്തൂപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പുളിന്തിട്ട സ്വാഗതം പറയുകയും യൂണിറ്റ് സെക്രട്ടറി എ ഷാനവാസ് അനുശോചനവും നടത്തി. കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അതിന്റെ സംഘടനാ ചരിത്രത്തിൽ, അതിന്റെ പ്രവർത്തന ചരിത്രത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്ലാഘനീയമായ മഹനീയമായ പദ്ധതികളിലൊന്നാണ് സ്നേഹസ്പർശം എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആശ്വാസ സഹായ നിധി. എത്രമാത്രം അതിനെ പ്രശംസിച്ചാലും അനുമോദിച്ചാലും മതിയാകില്ല. കാരണം വ്യാപാരി വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മരണപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം നൽകുക എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം തന്നെയാണ്. ആ 10 ലക്ഷം രൂപ സമാഹരിക്കുന്നത് ഒരാൾ മരണപ്പെടുമ്പോൾ എല്ലാ വ്യാപാരികളും അല്ലെങ്കിൽ ഏകോപന സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ട ഘടകത്തിലെ മുഴുവൻ അംഗങ്ങളും കൂടി തുക സമാഹരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിയിൽ 10 ലക്ഷം രൂപ വരെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ 2023 ഈ സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 25ാമത്തെ ഘട്ടമാണ് ഇന്ന് കുളത്തൂപ്പുഴയിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങ്. അതിന്റെ 25ാമത്തെ ഘട്ടമാണ്. ഇതിനകം ഏതാണ്ട് 12.5 കോടി രൂപയാണ് വിവിധ തലങ്ങളിൽ ഇതിനകം തന്നെ ഈ 2-2.5 വർഷ കാലയളവിനുള്ളിൽ ആശ്വാസ പദ്ധതിയായി കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഗവൺമെന്റ് ഏജൻസി അല്ല, വ്യാപാരികളെയും വ്യവസായികളെയും പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ രൂപീകരണ ഘട്ടത്തിൽ കപ്പലണ്ടി കച്ചവടക്കാരൻ മുതൽ കപ്പൽ കച്ചവടക്കാരൻ വരെയുള്ള മുഴുവൻ വ്യാപാരികളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരമായ പ്രക്ഷോഭങ്ങളും ജനകീയമായ ഇടപെടലുകളും നടത്തിക്കൊണ്ട് വ്യാപാര സമൂഹത്തിന് ഇന്ന് പൊതുമണ്ഡലത്തിൽ ഒരു അംഗീകാരം സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ആർജിച്ച നേട്ടം തന്നെയാണ്. തുടർന്ന് അകാലത്തിൽ മരണപ്പെട്ട കുളത്തൂപ്പുഴ യൂണിറ്റ് അംഗം റഹീം, നെടുവത്തൂർ യൂണിറ്റ് അംഗം സുനിൽകുമാർ നായർ, ചെങ്ങമനാട് യൂണിറ്റ് അംഗം രാധാകൃഷ്ണപിള്ള ജി, നെടുവത്തൂർ യൂണിറ്റ് അംഗം തങ്കമ്മ ജോൺ, ഇടവട്ടം യൂണിറ്റ് അംഗം മനോജ് BP എന്നിവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം വിതരണം നടത്തുകയും യൂണിറ്റ് ട്രഷറർ ഷെരീബുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത് കുളത്തൂപ്പുഴ.